ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ അക്കൗണ്ടിങ് പഠിക്കുന്നതിന് മുന്നോടിയായിട്ട് അത്യാവശ്യം കുറച്ച് ബേസിക് ടേംസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായി അല്ലെ. വാട്ട് ഈസ് ക്യാപിറ്റൽ, ഹൂ ഈസ് എ ഡെറ്റർ, ഹൂ ഈസ് എ ക്രെഡിറ്റർ, വാട്ട് ഈസ് ഡ്രോയിങ്സ്, ഇങ്ങനെ ഇവർക്ക് എന്താ, ക്യാപിറ്റൽ എന്താണ്, ഡെപ്റ്റർ ആരാണ്, പിന്നെ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കുറച്ച് ടേംസ് ഒക്കെ പഠിച്ചിരുന്നു. അതുപോലെ അക്കൗണ്ടിങ്ങിന്റെ എവല്യൂഷനെ കുറിച്ച്, ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള അക്കൗണ്ടിങ് നിലവിൽ വന്ന അതിന്റെ ഹിസ്റ്ററി പോലെയുള്ള കാര്യങ്ങളും കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അപ്പൊ ഇനിയും നമുക്ക് എന്താണ് ബിസിനസ് അക്കൗണ്ടിങ്, അതാണ് നമുക്ക് പഠിക്കാനുള്ള പേപ്പർ. സോ വാട്ട് ഈസ് ബിസിനസ് അക്കൗണ്ടിങ് എന്നുള്ളത് പഠിക്കാനായിട്ട്, കാണാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഓക്കെ. ഇന്നത്തെ കാലത്തിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറയുമ്പോൾ പലരും പറയാറുണ്ട്, the present age, our present age is the age of trade, business and commerce എന്ന് പറയാറുണ്ട് അല്ലെ. ഇന്നത്തെ കാലത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ധാരാളമായിട്ട് കച്ചവട സ്ഥാപനങ്ങളും വ്യാപാരങ്ങളും ഒക്കെ നടക്കുന്ന ധാരാളം കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഓരോ ദിവസം ചെല്ലും തോറും പുതിയതായിട്ട് വരികയും ഒക്കെ ചെയ്യുന്ന ഒരു കാലമാണ്. എസ്പെഷ്യലി ഒരു 30 വർഷം മുമ്പ് ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ പോളിസിയിലുണ്ടായ മാറ്റം, അല്ലെങ്കിൽ ലിബറലൈസേഷനോ പ്രൈവറ്റൈസേഷനോ ഒക്കെ നമ്മുടെ നാട്ടിൽ നടപ്പാക്കി കഴിഞ്ഞതിന് ശേഷം we can see that business is increasing day by day and it is becoming complex too അല്ലെ. ആ ഒരു കാലഘട്ടത്തിന് ശേഷം കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഇന്ത്യയിൽ പ്രത്യേകിച്ചും 10-30 വർഷമായിട്ട് ഓരോ ദിവസം ചെല്ലും തോറും ബിസിനസ്സുകൾ, പുതിയ ധാരാളം ബിസിനസ്സുകൾ വരികയാണ്. അത് മാത്രമല്ല, അതിന്റെ പ്രവർത്തന രീതി പണ്ടുണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പല മാറ്റങ്ങളും, അതൊക്കെ നമുക്ക് പിന്നീട് മറ്റു പേപ്പറുകളിലൊക്കെ പഠിക്കാം. എന്തായാലും പല മാറ്റങ്ങളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇനി നമ്മൾ ബിസിനസിനെ കുറിച്ചിട്ട്, ഏത് ബിസിനസിനെ കുറിച്ച് പറയുമ്പോഴും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, പ്രൊപ്പറേറ്റർ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുന്ന ആളിനോ അല്ലെങ്കിൽ ആൻ ഓർഗനൈസേഷൻ ഇറ്റ് കാനോട്ട് റിമെമ്പർ ഓൾ ഇറ്റ്സ് ഡീലിംഗ് ഫോർ എ ലോങ് അല്ലെ. ദീർഘകാലത്തേക്ക് ഒരു കച്ചവടക്കാരനും അവന്റെ കടയിൽ, കച്ചവട സ്ഥാപനത്തിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. ട്രാൻസാക്ഷൻ ഈസ് സിംപ്ലി ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് മണി ഓർ മണീസ് വർത്ത് ഫ്രം വൺ പേഴ്സൺ ടു അനദർ, അങ്ങനെയൊക്കെയാണ് നമ്മളന്ന് പറഞ്ഞത് അല്ലെ. ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് പണമോ പണത്തിന് തുല്യമായിട്ടുള്ള മൂല്യമുള്ള വസ്തുക്കളോ കൈമാറ്റം ചെയ്യുന്നതിനെ ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയും. അത് ഇപ്പൊ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ഇതാണ്, ഒരു പ്രൊപ്പറേറ്ററെ സംബന്ധിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഓരോ ദിവസവും ധാരാളം ട്രാൻസാക്ഷൻസ് അവിടെ നടക്കുന്നുണ്ടാവും അല്ലെ. നമ്മളുടെയൊക്കെ വീടിനടുത്തുള്ള ഒരു ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറൊക്കെ ഒന്ന് മനസ്സിൽ ചിന്തിച്ചു നോക്കുക, എത്ര ആൾക്കാരാവും അവിടെ വന്നിട്ട്, എത്ര 1000 രൂപയുടെ സാധനങ്ങളാവും ഓരോരുത്തരും വീതമൊക്കെ വന്നിട്ട് വാങ്ങിക്കൊണ്ട് പോവുക. അപ്പൊ ഇതെല്ലാം ഓർത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപക്ഷെ എത്ര വലിയ മെമ്മറി ഉള്ള ആളിന് ചിലപ്പോൾ 1-2 ദിവസത്തേക്ക് ഓർത്തിരിക്കാൻ പറ്റിയെന്ന് വന്നേക്കാം. പക്ഷേ 1 വർഷത്തെയോ 2 വർഷത്തെയോ 1 മാസത്തെയോ ഒക്കെ ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിൾ ആണ്. എത്ര നല്ല മെമ്മറി ഉള്ള ആൾക്കും ഇതൊന്നും ഓർത്തിരിക്കാനായിട്ട് പറ്റില്ല. So therefore it becomes necessary to keep a written record of all business transactions. വെറുതെ ഓർത്തിരിക്കാതെ ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിനെ, അതായത് പണമൊക്കെ കൈമാറ്റം ചെയ്യുന്നതിനെ, അതായത് സാധനങ്ങൾ വാങ്ങി വിൽക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുക, ചെലവുകൾ നടത്തുക, വരുമാനം ഉണ്ടാക്കുക, ഇൻകം ജനറേറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ
എഴുതി സൂക്ഷിക്കേണ്ടതായിട്ട് വരും. എഴുതുക എന്ന് പറഞ്ഞാൽ പേന കൊണ്ട് എഴുതുന്നു എന്നുള്ള അർത്ഥമൊന്നും എടുക്കണ്ട. ഇപ്പൊ ആധുനിക കാലത്ത് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്നതും അതിനെയൊക്കെ നമ്മൾ റിട്ടേൺ എന്ന് പൊതുവെ അങ്ങ് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ റെക്കോർഡ് ചെയ്യേണ്ട, ബുക്കിൽ എഴുതിയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഡാറ്റ എൻട്രി അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ എൻട്രി നടത്തിയോ ഒക്കെ സൂക്ഷിക്കുക എന്നുള്ള ഒരു അത്യാവശ്യമാണ്. കാരണം മനുഷ്യന് ഇതെല്ലാം ഓർത്തിരിക്കാൻ പറ്റാത്തതുകൊണ്ട്. സോ ദിസ് ലീഡ്സ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് അക്കൗണ്ടിങ്. ഇതുകൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന പലതരത്തിലുള്ള അക്കൗണ്ടിങ് കാര്യങ്ങളൊക്കെ പതുക്കെ ഉടലെടുത്തു വന്നത്. മനുഷ്യനെ സംബന്ധിച്ച് ഒരു ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവയൊക്കെ എഴുതി സൂക്ഷിക്കുകയും അങ്ങനെ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു വിഷയം ഡെവലപ്പ് ചെയ്ത് വരികയും ഒക്കെ ചെയ്യും. ഇനി നൗ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ഇൻ ഡീറ്റെയിൽ വാട്ട് ഈസ് അക്കൗണ്ടിങ്. ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് പഠിക്കാം. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ് അക്കൗണ്ടിങ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വരിക. അപ്പോൾ കുറച്ച് അല്പം കൂടി വിശദമായിട്ട് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. അപ്പം ഫണ്ടമെന്റലി നമ്മൾ അടിസ്ഥാനപരമായിട്ട് പറയുകയാണെങ്കിൽ അക്കൗണ്ടിങ് സിംപ്ലി ഇറ്റ് മീൻസ് റെക്കോർഡിങ് ഈവൻസ് ഓർ ട്രാൻസാക്ഷൻസ്. ഒരു ബിസിനസ്സിൽ നടക്കുന്ന സാമ്പത്തിക ഇടപാടുകളെ റെക്കോർഡ് ചെയ്യുകയാണ് അടിസ്ഥാനപരമായിട്ട് അക്കൗണ്ടിങ് ചെയ്യുക. പക്ഷേ ഈ റെക്കോർഡിങ് മാത്രമല്ല ചെയ്യുന്നത്. അക്കൗണ്ടിങ്ങിൽ മറ്റു കുറേ കാര്യങ്ങളും കൂടെ ഈ റെക്കോർഡിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവയെല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് അക്കൗണ്ടിങ് എന്ന് പറയുന്ന വിഷയം എന്താണ് ഇതിലുള്ളത് എന്ന് ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ധാരാളം വെൽ ആക്സെപ്റ്റഡ് ഡെഫിനിഷൻസ് ആർ ദെയർ. ധാരാളം സ്ഥാപനങ്ങളും എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരും ഒക്കെ അക്കൗണ്ടിങ്ങിന് ഡെഫിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഡെഫിനേഷൻ പഠിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയൊരു എക്സാമ്പിളിലേക്ക് പോവാം. നമ്മളൊരു സപ്പോസ് നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട്, ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ 40 ഉദ്ദേശം 40 കുട്ടികളുടെ ഉണ്ടെന്ന് തോന്നുന്നു, 40 കുട്ടികൾക്ക് മുകളിലായി. എന്തായാലും ഒരു 40 കുട്ടികൾ നമ്മൾ ചേർന്നിട്ട് എന്നെ കൂടെ അതിന്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തോളൂ. ഒരു 39 സ്റ്റുഡൻസും ഞാനും നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മളൊരു 40 പേര് ചേർന്നിട്ട് സപ്പോസ് വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എ മണി ലെൻഡിങ് ബിസിനസ് എന്ന് വിചാരിക്കും. ഒരു ബിസിനസ് തുടങ്ങാൻ പോവാണ്. ഏറ്റവും എളുപ്പം ഇന്നത്തെ കാലത്ത് തുടങ്ങാൻ ഏറ്റവും എളുപ്പം ഈ പണം പലിശയ്ക്ക് കൊടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് നമ്മൾ അതങ്ങ് തുടങ്ങാമെന്ന് വെക്കുക. അതാവുമ്പോൾ വേറെ മെഷീനൊന്നും വാങ്ങിക്കണ്ടല്ലോ, കുറച്ച് പൈസ എടുത്തെങ്കിലും സംഘടിപ്പിച്ചാൽ മതിയല്ലോ. അപ്പോൾ ജനുവരി 1-ാം തീയതി നമ്മൾ 40 വിദ്യാർത്ഥികൾ, അല്ലെ എന്നെ കൂടെ ചേർത്ത് 39 സ്റ്റുഡൻസും ഞാനും കൂടെ ചേർത്ത് നമ്മൾ 40 പേര് ചേർന്നിട്ട് ഒരാൾ 1000 രൂപ വെച്ചിട്ട് കൊണ്ടുവന്ന് ഇട്ട് നമ്മളൊരു മണി ലെൻഡിങ് ബിസിനസ്, ഫിനാൻസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ എല്ലാവരും 1000 രൂപ വെച്ചിട്ട് കൊണ്ടുവന്നു. ഞാനും 1000 രൂപ ഇട്ടു, നിങ്ങൾ ഓരോരുത്തരും 1000 രൂപ വെച്ചിട്ട് കൊണ്ടുവന്നു. അങ്ങനെ മൊത്തം നമുക്ക് 40,000 രൂപ നമുക്ക് കിട്ടി. ഈ 40,000 രൂപ ഉപയോഗിച്ചിട്ട് വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എ ബിസിനസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ നമ്മൾ ഒരു ബിസിനസ് നടത്താൻ വേണ്ടി എടുക്കുന്ന ഈ തുകയ്ക്ക് ക്യാപിറ്റൽ എന്നായിരുന്നു പറഞ്ഞിരുന്നത്, അല്ലെ? ആദ്യത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട ടേംസ് ഒക്കെ പഠിച്ച സമയത്ത് ക്യാപിറ്റൽ എന്താണ് എന്ന് പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു, അല്ലെ? ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ബിസിനസ് മാൻ ഇൻ എ ബിസിനസ് ഫോർ സ്റ്റാർട്ടിങ് ദ ബിസിനസ് ഓർ റണ്ണിങ് ദ ബിസിനസ്, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഒരു ബിസിനസ്സിൽ അതിന്റെ ഉടമസ്ഥൻ മുടക്കുന്ന മുതലിനെ ആണ് മൂലധനം എന്ന്, ക്യാപിറ്റൽ എന്ന് നമ്മൾ പറയുക. അപ്പോൾ ഇവിടെ 40 നമ്മൾ 40 ആൾക്കാരാണ് ഈ ബിസിനസിന്റെ ഉടമസ്ഥർ എന്ന് പറയുന്നത്, അല്ലെ? 40 പേര് ഓരോരുത്തരും 1000 രൂപ വെച്ചിട്ടിട്ട് നമ്മൾ 40 പേര് ചേർന്ന് വി ആർ കോൺട്രിബ്യൂട്ടിങ് 40,000 റുപ്പീസ്. 40,000 രൂപ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ടാണ് ബിസിനസ് നടക്കുക. സോ ദിസ് 40,000 റുപ്പീസ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ ക്യാപിറ്റൽ ഓഫ് ദ ബിസിനസ്, അല്ലെ? നമ്മളുടെ ബിസിനസിന്റെ ക്യാപിറ്റൽ, മൂലധനമാണ് ഈ 40,000 രൂപ. അപ്പോൾ ഉടമസ്ഥന്മാര്, നമ്മളാണ് ഉടമസ്ഥര്. നമ്മൾ ബിസിനസ് തുടങ്ങാൻ വേണ്ടി അല്ലെ ബിസിനസ്സിലേക്ക് വേണ്ടിയിട്ട് മുടക്കുന്ന പൈസയെ ക്യാപിറ്റൽ എന്ന് പറയും. സോ ഈ 40,000 രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് ബിസിനസ് ജനുവരി 1-ാം തീയതി തുടങ്ങുകയാണ് എന്ന് വിചാരിക്കാം. രാവിലെ ഒരു ബോർഡൊക്കെ വെച്ചിട്ട് നമ്മളൊരു ഫിനാൻസ് കമ്പനി, ബ്ലേഡ് കമ്പനി തുടങ്ങി എന്ന് വിചാരിക്കാം. തുടങ്ങി. അപ്പോൾ ആദ്യം സപ്പോസ് ഇങ്ങനെ വിചാരിക്കാം, മിസ്റ്റർ എ എന്ന് പറയുന്ന ആള് രാവിലെ ബോർഡൊക്കെ കണ്ടിട്ട് കയറി വന്നു. മിസ്റ്റർ എ കയറി വന്നിട്ട് അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്നും ഹി ബോറോഡ് ₹5,000 എന്ന് വിചാരിക്കുക. 5,000 രൂപ നമ്മളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കൊണ്ട് പോയി. നമ്മുടെ ബിസിനസ് അതാണല്ലോ.
രാവിലെ വന്നു എന്നിട്ട് പറഞ്ഞു എനിക്ക് 5000 രൂപ വേണം എന്ന് പറഞ്ഞു. അയാൾക്ക് നമ്മൾ 5000 രൂപ കൊടുത്തു. അയാൾ അത് വാങ്ങിച്ചിട്ട് പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ ബി എന്ന് പറയുന്ന വ്യക്തി വന്നു എന്ന് വിചാരിക്കുക. ഹി ഓൾസോ ബോറോ 2300 ഫ്രം us. നമ്മുടെ കയ്യിൽ നിന്ന് 2300 രൂപ അയാൾ വാങ്ങിക്കൊണ്ട് പോയി. ദെൻ സി കെയും അദ്ദേഹം 4500 രൂപ വാങ്ങിക്കൊണ്ട് പോയി. ഇച്ചിരി കഴിഞ്ഞപ്പോൾ നമ്മുടെ നേരത്തെ വന്ന രാവിലെ ആദ്യം വന്ന എ വീണ്ടും വന്നു എന്ന് വിചാരിക്കുക. എ വന്നിട്ട് പറയാണ് എനിക്ക് കുറച്ച് പൈസ കൂടെ വേണം, ഒരു ഐ നീഡ് 7500 എന്ന് പറഞ്ഞിട്ട് 7500 രൂപ നമ്മുടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ അന്നത്തെ കച്ചവടം കഴിഞ്ഞു, അന്നത്തെ ബിസിനസ് ഇത്രേ ഉള്ളായിരുന്നു എന്ന് വിചാരിക്കുക. വെറുതെ ഒരു എക്സാമ്പിൾ പറയുകയാണ്, അത്ര ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി അതിന്. അപ്പോൾ രാവിലെ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. 3-4 പരിപാടികൾ അവിടെ നടന്നു. ഈ പരിപാടികളെയാണ് ഓർക്കുന്നുണ്ടാവുമല്ലോ നമ്മൾ ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞത് അല്ലേ. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കുക എന്ന് മാത്രമല്ല കേട്ടോ, സാധനങ്ങൾ വാങ്ങുകയും സാധനങ്ങൾ വിൽക്കുകയും, അപ്പം അതായത് പണവുമായിട്ട് ബന്ധപ്പെട്ട കൈമാറ്റങ്ങളെല്ലാം നമ്മൾ ട്രാൻസാക്ഷൻ എന്നാണ് പറയുക. അപ്പോൾ ഇതൊക്കെ ട്രാൻസാക്ഷൻ ആണ്. എ വന്ന് നമ്മുടെ നിന്ന് 5000 രൂപ വാങ്ങിക്കൊണ്ട് പോയി. ഇറ്റ്സ് എ ട്രാൻസാക്ഷൻ. രാവിലെ അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ബി വന്നിട്ട് 2300 രൂപ വാങ്ങിക്കൊണ്ട് പോയി. സി വന്നിട്ട് എത്രയാണ് 4500 രൂപ വാങ്ങി. ദെൻ നമ്മുടെ എ വീണ്ടും വന്നു. അദ്ദേഹം വന്ന് വീണ്ടും നമ്മുടെ ഇന്ന് 7500 രൂപ വാങ്ങിക്കൊണ്ട് പോയി എന്ന് വിചാരിക്കുക. ജനുവരി 1-ാം തീയതി വൈകുന്നേരമായി നമ്മൾ കടയൊക്കെ അടച്ചിട്ട് വീട്ടിൽ പോയി. ഓക്കെ. ദെൻ ഇനി ജനുവരി 2-ാം തീയതി പിറ്റേന്ന് രാവിലെ വന്നിട്ട് നമ്മൾ വീണ്ടും നമ്മളുടെ ബിസിനസ് രാവിലെ വന്ന് കട മീൻസ് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തപ്പോൾ നമ്മുടെ എ ഇന്നലെ ആദ്യം വന്ന് പൈസ വാങ്ങിയ വിദ്വാനാണ്. അദ്ദേഹം രാവിലെ നമ്മൾ നോക്കിയപ്പോൾ അവിടെ നിൽക്കുന്നു. എന്നിട്ട് അദ്ദേഹം നമ്മളൊന്ന് പറയുകയാണ്, ഇന്നലെ ഞാൻ കുറച്ച് പൈസ വാങ്ങിക്കൊണ്ട് പോയി, അതിൽ ഈ 3500 രൂപ തിരിച്ചെടുത്തു, ഞാനത് തിരിച്ചടയ്ക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം 3500 രൂപ റീപേ ചെയ്തു, നമുക്ക് തിരിച്ചു തന്നു അല്ലേ. നമ്മളെ നിന്ന് വാങ്ങിക്കൊണ്ട് പോയ ഫൈനാൻസ് ബിസിനസ് ആണല്ലോ. അപ്പോൾ നമ്മുടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോയ കടം വാങ്ങിക്കൊണ്ട് പോയ, അതായത് ഇന്നലെ വാങ്ങിക്കൊണ്ട് പോയ ഈ പൈസയിൽ, ഇന്നലെ ആദ്യം അദ്ദേഹം ഒരു 5000 രൂപ വാങ്ങി, പിന്നെ അദ്ദേഹം എത്രയാണ് 7500 രൂപ വാങ്ങി. ഈ പൈസയിൽ അദ്ദേഹം 2-ാം തീയതി രാവിലെ വന്നിട്ട് നമുക്കൊരു 3500 രൂപ നമുക്ക് തിരിച്ചു തന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പഴയ ചങ്ങാതി ആരാണ് ബി 2300 രൂപ വാങ്ങിക്കൊണ്ട് പോയ ബി വന്നിട്ട് 1500 രൂപ റീപേ ചെയ്തു, തിരിച്ചു തന്നു എന്ന് വിചാരിക്കുക. ദെൻ സി വന്നു, ജനുവരി 2-ാം തീയതി അല്ലേ. മിസ്റ്റർ സി വന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് 5000 രൂപീസ് ബോറോ ചെയ്തു, അദ്ദേഹം വാങ്ങിക്കൊണ്ട് പോയി. ബി അഗെയിൻ കുറച്ച് മുമ്പ് 1500 രൂപ തിരിച്ചു തന്നിട്ട് പോയ ആളാണ്. അയാൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഓടി വന്നിട്ട് ഒരു ഹി ബോറോഡ് 7500 ഫ്രം us, 7500 നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയി. ദെൻ നമ്മുടെ എ ഫസ്റ്റ് കസ്റ്റമറാണ്. അദ്ദേഹം വീണ്ടും നമുക്ക് വൈകിട്ട് വന്നിട്ട് ഈ റീപെയ്ഡ് 10,000 10000 രൂപ നമുക്ക് തിരിച്ചു തന്നു എന്നൊക്കെ വിചാരിക്കുക. ഇതാണ് ഈ 2-ാം തീയതിയിലെ ട്രാൻസാക്ഷൻ. അപ്പോൾ ഈ ബിസിനസ്സിൽ നമുക്ക് 1-ാം തീയതിയിൽ ഇത്രയും ട്രാൻസാക്ഷൻസ് 1, 2, 3, 4 ഇടപാടുകൾ നടന്നു, സാമ്പത്തിക ഇടപാടുകൾ നടന്നു. 2-ാം തീയതി ആയി കഴിഞ്ഞപ്പോൾ 1, 2, 3, 4, 5 സാമ്പത്തിക ഇടപാട് നടന്നു. അപ്പോൾ ഒരു 5, 4, 9 ഇടപാട് 2 ദിവസം കൊണ്ട് നടന്നിട്ടുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞല്ലോ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇപ്പോൾ ഈ വിഷ്വൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരുന്നു ട്രാൻസാക്ഷൻസ് എന്ന് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കിയാൽ 9 കാര്യങ്ങളുണ്ടെന്ന് പറയാൻ പറഞ്ഞു. എ വന്ന് എത്രയോ വാങ്ങിക്കൊണ്ട് പോയി, പിന്നെ ബി വന്ന് വാങ്ങി, പിന്നെ സി വന്ന് വാങ്ങി, എ തിരിച്ചു വന്നു, പിന്നെ എ വാങ്ങി, ബി വാങ്ങുമോ, ബി തിരിച്ചു വരുമോ, എന്തായാലും ഒരു 9 ഇടപാട് അവിടെ നടന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് അതിനപ്പുറത്തേക്ക് നമുക്കിപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഒരുപക്ഷെ നിങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിശക്തി ഓർമ്മയൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ പറ്റുന്നുണ്ടാവും, കുറെ ഒക്കെ ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുക. എങ്കിലും ഇതൊക്കെ ഓർത്തിരിക്കാൻ പാടാണ്, പ്രത്യേകിച്ച് ഈ പണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. 7500, 5200, 4 ഇങ്ങനെ 3-4 എമൗണ്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷനാണ്, നമ്മുടെ ഓർമ്മയിലൊന്നും നിന്നു വരില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്തായാലും കുറച്ച് ട്രാൻസാക്ഷൻസിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ജനുവരി 1-ാം തീയതിയിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, 2-ാം തീയതിയിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ. 3-ാം തീയതി ആയി എന്ന് വിചാരിക്കുക. 3-ാം തീയതി നേരം വെളുത്തപ്പോൾ നമ്മൾ 40 പേര് ചേർന്നാണല്ലോ ബിസിനസ് തുടങ്ങിയത്. 3-ാം തീയതി 40 പേരൂടെ അങ്ങനെ ആലോചിക്കുകയാണ്. 2 ദിവസമായി ബിസിനസ് തുടങ്ങിയിട്ട്. എ എന്ന് പറയുന്ന ആളിന് ഇപ്പോൾ ഒരാളൊരു സംശയം ചോദിക്കുക, നമ്മൾ 2 ദിവസമായാലോ ബിസിനസ് തുടങ്ങിയിട്ട്, ഈ എ 2-3 പ്രാവശ്യം ഇവിടെ വരുന്നത് ഞാൻ കണ്ടു, ഈ എയ്ക്ക് എത്ര രൂപ കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മളോട് ഒരാൾ ചോദിച്ചു എന്ന് വിചാരിക്കുക. എത്ര രൂപ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പറയാമോ? എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല ഒന്നും നോക്കാതെ. കാരണം കുറേ എമൗണ്ടിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു, പക്ഷെ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നില്ല. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ടോട്ടൽ എമൗണ്ട് പെയ്ഡ് ടു മിസ്റ്റർ എ എത്ര രൂപയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു എന്ന് കരുതുക. അപ്പോൾ വേറൊരാൾ ചോദിക്കുകയാണ്, അയാൾ പൈസ വാങ്ങുക മാത്രമല്ലല്ലോ ചെയ്തത്, അയാൾ തിരിച്ചു തരികയും ചെയ്തതല്ലേ, അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് എമൗണ്ട്, എത്ര രൂപയാണ് എയുടെ കയ്യിൽ നിന്ന് നമുക്ക് തിരികെ കിട്ടിയത് എന്ന് വേറൊരാൾ ചോദിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ 3-ാമത്തെ ചങ്ങാതി മറ്റൊരു ചങ്ങാതി എഴുന്നേറ്റ് നമ്മളോട് ചോദിക്കുകയാണ്, ഈ 2 ദിവസം കൊണ്ട് നമ്മളിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങിക്കൊണ്ട് പോയി, കുറച്ച് പൈസ തിരികെ തരികയും ചെയ്തു.
നമ്മളിതിന് പലിശയ്ക്കാണല്ലോ കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഈ എയുമായിട്ടുള്ള ഇടപാടിൽ നമുക്ക് എത്ര ലാഭം കിട്ടിയിട്ടുണ്ടാവും? വേറൊരു സംശയമാണ്. ഇങ്ങനെ ഒരു 2-3 ചോദ്യം ചോദിച്ചു എന്ന് വിചാരിക്കുക, അല്ലെ നമ്മുടെ ഉള്ളിൽ തോന്നി എന്ന് വിചാരിച്ചാൽ മതി. ആരെങ്കിലും ചോദിക്കണമെന്നൊന്നുമില്ലല്ലോ. എത്ര രൂപ വാങ്ങിക്കൊണ്ടുപോയി, എത്ര രൂപ തിരിച്ചു തന്നു, പൈസ വാങ്ങിക്കൊണ്ട് പോയിട്ട് തിരിച്ചു തന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ലാഭം വല്ലതും ഉണ്ടായോ, അത് നഷ്ടമാണോ ഉണ്ടായത്? നമ്മൾ ലാഭം ഉണ്ടാക്കാനാണല്ലോ കച്ചവടം നടത്തുന്നത്, ബിസിനസ് നടത്തുന്നത്. അപ്പോൾ ലാഭം ഉണ്ടായോ, ഉണ്ടായെങ്കിൽ എത്ര രൂപ ലാഭമുണ്ടായി എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞ എമൗണ്ടുകളൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ ഉത്തരം കണ്ടുപിടിക്കാം. പക്ഷെ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ഓർമ്മയെന്ന് പറയുന്നത് ഇതുപോലെ നമ്മളാരും കമ്പ്യൂട്ടറൊന്നും അല്ല. അതുകൊണ്ട് ഇതൊക്കെ പൂർണ്ണമായിട്ടും ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അതായത് വന്ന് നമ്മളെ ഇന്ന് രാവിലെ 5000 രൂപ വാങ്ങുമ്പോൾ നമ്മളൊരു ബുക്ക് എടുത്തിട്ട് ഇതുപോലെ വെറുതെ അങ്ങ് എഴുതി വെക്കുകയാണ്. മിസ്റ്റർ എ ബോറോഡ് ₹5,000. 5000 രൂപ കടം വാങ്ങിക്കൊണ്ടുപോയി. അടുത്ത മിസ്റ്റർ ബി ബോറോഡ് ₹2,300. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മളൊരു ബുക്കിൽ എഴുതുകയാണെന്ന് വിചാരിക്കുക. ബുക്കിലോ പേപ്പറിലോ അല്ലെ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് കയറ്റുകയാണെന്ന് വിചാരിക്കുക. സി ബോറോഡ് $4,500. എ അഗെയിൻ ബോറോഡ് $7,500. ഇങ്ങനെയൊക്കെ നമ്മൾ 2 ദിവസത്തെ കാര്യങ്ങൾ എഴുതി വെച്ചു എന്ന് വിചാരിക്കുക. ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ഹൗ മച്ച് എമൗണ്ട് വി പെയ്ഡ് ടു മിസ്റ്റർ എ. അതായിരുന്നു നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, അല്ലെ? എക്ക് എത്ര രൂപയായിരുന്നു കൊടുത്തിരുന്നത്? രണ്ടാമത്തെ ചോദ്യം ടോട്ടൽ എമൗണ്ട് റിസീവ്ഡ് ഫ്രം മിസ്റ്റർ എ എത്രയായിരുന്നു? മൂന്നാമത് എത്ര ലാഭമാണ് ഉണ്ടായത്? ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 ചോദ്യത്തിന് ഉത്തരം നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം, അല്ലെ? അതെങ്ങനെ കാണുക? ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം നമുക്കൊന്ന് കാണാനായിട്ട് ശ്രമിക്കാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ചോദിച്ചെന്താണ്? ടോട്ടൽ എമൗണ്ട് പെയ്ഡ് ടു മിസ്റ്റർ എക്ക് എത്ര രൂപ കൊടുത്തു. ഇതെങ്ങനെ കാണുക? നമ്മൾ ആ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നത് എടുത്തിട്ട് അതിൽ നോക്കും. എയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കും, അല്ലെ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ടോട്ടൽ എമൗണ്ട് പെയ്ഡ് ടു എക്ക് എത്ര രൂപ കൊടുത്തു. അതാണ് നമ്മളോട് ചോദിച്ച ചോദ്യം. നമ്മൾ അതിന് ഉത്തരം പറയാൻ എളുപ്പമാണ്. നമ്മൾ ഈ കണക്ക് അങ്ങോട്ട് എടുക്കും. ഇതാണ് നമ്മുടെ കണക്കിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിൽ നോക്കും. എ ബോറോഡ് 5000. അപ്പോൾ നമുക്ക് ഒന്നാമത് എ 5000 രൂപ വാങ്ങി. പിന്നെ ഇതിൽ എ ഉണ്ടോ? ഇത് എ ഇല്ല. ഇത് സി ആണ്, എ അല്ല. പിന്നെ വീണ്ടും എ അഗെയിൻ ബോറോഡ് 7500. അപ്പോൾ 5000 രൂപ അവന് ആദ്യം വാങ്ങി, കുറച്ച് കഴിഞ്ഞപ്പോൾ വന്ന് 7500 രൂപ വാങ്ങി. അപ്പോൾ മൊത്തം 5000 പ്ലസ് 7500 12500 രൂപ വാങ്ങി, അല്ലേ? പിന്നെ രണ്ടാമത്തെ ദിവസമോ അന്ന് റീപെയ്ഡ് ആണ്, ഒന്നും വാങ്ങിയില്ല. ഇവിടെ എ ഇല്ല, ഇത് ബി റീപെയ്ഡ്, സി ബോറോഡ്, ബി ബോറോഡ്, എ റീപെയ്ഡ്. അപ്പോൾ ഇല്ല, ഇവിടെ ഒന്നും പിന്നെ വാങ്ങിയിട്ടില്ല. ആള് 2 പ്രാവശ്യം വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ആദ്യം ഒരു 5000 പിന്നെ ഒരു 7500 ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് 12500 രൂപ എ വാങ്ങി. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടി. ടോട്ടൽ എമൗണ്ട് പെയ്ഡ് ടു മിസ്റ്റർ എ 12,500, അല്ലെ? ഇപ്പൊ 12,500 നമുക്ക് ധൈര്യമായിട്ട് പറയാം. എങ്ങനെ പറയാൻ പറ്റിയത്? ഇവിടെ ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ റെക്കോർഡ് ചെയ്തെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, റെക്കോർഡിംഗ് എന്ന് ഉദ്ദേശിച്ചത് എങ്ങനെയെങ്കിലും എഴുതിയോ കമ്പ്യൂട്ടറിലോ ഒക്കെ സൂക്ഷിച്ചു എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അപ്പോൾ ഈ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്നും കൃത്യമായിട്ട് പറയാൻ പറ്റി, വി ഹാവ് പെയ്ഡ് ₹12,500 ടു മിസ്റ്റർ എ എന്ന് പറയാനായിട്ട് പറ്റി. ദെൻ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ടോട്ടൽ എമൗണ്ട് റിസീവ്ഡ് ഫ്രം മിസ്റ്റർ എ എത്രയാണ്? എത്ര രൂപ എയുടെ കയ്യിൽ നിന്ന് തിരിച്ചു കിട്ടി? അപ്പോൾ നമ്മൾ വീണ്ടും കണക്കെടുത്ത് നോക്കും. എ ബോറോഡ്, ബി ബോറോഡ്, സി ബോറോഡ്, എ ബി അഗെയിൻ ബോറോഡ്. ഇവിടെ ഒന്നും തിരിച്ചു കിട്ടിയിട്ടില്ല. അടുത്ത രണ്ടാം തീയതി കണക്കെടുത്ത് നോക്കിയപ്പോൾ എ റീപെയ്ഡ് 3500. എ 3500 രൂപ തിരിച്ചു തന്നു. ദെൻ ഇവിടെ എ ഇല്ല, ഇവിടെ എ ഇല്ല, ഇതിലില്ല. പിന്നെ ഉണ്ട് എ റീപെയ്ഡ് 10,000. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എയുടെ കയ്യിൽ നിന്നും ടോട്ടൽ എമൗണ്ട് റിസീവ്ഡ് ഫ്രം എയുടെ കയ്യിൽ നിന്നും എത്ര രൂപയാണ് കിട്ടിയത്? ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി, ആദ്യം ഒരു 3500 തന്നു, പിന്നെ ഒരു 10000 തന്നു. സോ ടോട്ടൽ 3,500 പ്ലസ് 10,000 വി ഹാവ് റിസീവ്ഡ് 13,500 ഫ്രം എ, അല്ലെ? എയുടെ കയ്യിൽ നിന്ന് 13,500 രൂപ നമുക്ക് തിരിച്ചു കിട്ടി. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിന്റെയും ഉത്തരമായി. ദെൻ പ്രോഫിറ്റ് ഏൺഡ് ഫ്രം ബിസിനസ് വിത്ത് മിസ്റ്റർ എ പൈസ വാങ്ങിക്കൊണ്ട് പോയി തിരിച്ചു തരികയൊക്കെ ചെയ്തപ്പോൾ ഈ സ്ഥാപനത്തിന് എത്ര ലാഭമുണ്ടായി? ഇതാണ് മൂന്നാമത്തെ ചോദ്യം. ഇതിനെ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം, കാരണം കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ
ഇതെല്ലാം കൂടെ അപ്പം നമ്മുടെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കാണാൻ ഒരു എളുപ്പ വഴിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ഇതെങ്ങനെ ഒന്ന് മാറ്റി എഴുതുകയാണെന്ന് വിചാരിക്കുക. പ്രത്യേകിച്ച് അക്കൗണ്ട് ഒന്നുമില്ല, അങ്ങനൊന്നും വിചാരിക്കണ്ട. വെറുതെ ഒരു പേപ്പർ എടുത്ത് 2 കോളം വരച്ചു. കോളം വരച്ചിട്ട് ഇടത്തുവശത്ത് പേയ്മെന്റ്, എയ്ക്ക് കാശ് കൊടുത്തതും വലത്തുവശത്ത് എയുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടിയതും, ഇങ്ങനെ ഒരു ചതുരമൊക്കെ വരച്ചു വെച്ചു എന്ന് വിചാരിക്കുക. എന്നിട്ട് ഞാൻ ഇതിനകത്തോട്ട് എഴുതുകയാണ്. നമ്മുടെ നേരത്തെ കണക്കെഴുതി വെച്ചിരിക്കുന്നത് അത് തന്നെയാണ്. ഈ എഴുതി വെച്ചിരിക്കുന്ന സാധനം തന്നെയാണ് ഇതാ ഇവിടെ കാണുന്നത്, കൂടുതലൊന്നുമില്ല. അപ്പോൾ അതിലുണ്ട് എ ബോറോഡ് 5000, എ 5000 രൂപ വാങ്ങിക്കൊണ്ടുപോയി. അപ്പോൾ എയ്ക്ക് പൈസ കൊടുത്തതിൻ്റെ അകത്ത് ഞാൻ 5000 എഴുതി അല്ലേ. എ 5000 രൂപ കടം വാങ്ങിച്ചു നമ്മളെ എയ്ക്ക്, അതായത് നമ്മളെ എയ്ക്ക് 5000 രൂപ കൊടുത്തു. അപ്പോൾ പേയ്മെന്റ് എന്നുള്ളതിന്റെ താഴെ ഞാൻ എയ്ക്കുള്ള പേയ്മെന്റ് ആണ് ഇവിടെ, പേയ്മെന്റ് ടു എ എന്നാണ് ഹെഡിങ്. അപ്പോൾ എയ്ക്ക് പൈസ കൊടുത്തത് 5000 രൂപ കൊടുത്തു എന്ന് അതിവിടെ എഴുതി. പിന്നെ അടുത്ത മിസ്റ്റർ ബി ബോറോഡ് 2300, അത് നമ്മൾ എഴുതുന്നില്ല, കാരണം എയുടെ പേയ്മെന്റ് ആയി ഈ കളത്തിൽ നമ്മൾ എഴുതി വെക്കുന്നത്. അപ്പോൾ ബിയുടെ എഴുതിയില്ല. അടുത്ത സി ബോറോഡ്, അതും ഇവിടെ എഴുതുന്നില്ല, കാരണം ഇത് എയുടെ കാര്യം മാത്രമേ ഇവിടെ എഴുതുന്നുള്ളൂ. നമ്മളോട് ചോദിച്ചങ്ങനെയാണല്ലോ എയ്ക്ക് എത്ര രൂപ കൊടുത്തു എന്നാണ്. ദെൻ എഗെയിൻ ബോറോഡ് 7500, ഇവിടെ വീണ്ടും 7500 രൂപ എ വാങ്ങിയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എഴുതി വെച്ചു. 7500 എന്നുള്ളത് പേയ്മെന്റ് എന്നുള്ളതിന് താഴെ ഞാൻ എഴുതി വെച്ചു. എഴുതി വെച്ച് കഴിഞ്ഞപ്പോൾ 2 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത ദിവസം എ ഒന്നും വാങ്ങിയിട്ടില്ല നമ്മുടെ ഇന്ന്. അപ്പോൾ എ നേരത്തെ പറഞ്ഞ തന്നെയാണ്, ഞാൻ കുറച്ചുകൂടെ ഇങ്ങനെ ഒന്ന് എഴുതി വെച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ 5000 വാങ്ങി എന്നുള്ളത് എഴുതി, 7500 വാങ്ങിയെന്ന് എഴുതി, മൊത്തം 12500, 12500 വാങ്ങി. ഇനി ഈ ദിവസം എയുടെ കയ്യിൽ നിന്ന് വല്ലതും കാശ് കിട്ടിയോ? കിട്ടിയെങ്കിൽ നമുക്ക് ഈ ഭാഗത്തായിട്ട് വെറുതെ എഴുതി വെക്കാം. കാരണം കണക്ക് എഴുതുമ്പോൾ ഇങ്ങനെയൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് നോക്കാനൊക്കെ ഒരു ഭംഗിയും ഒരു എളുപ്പമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എയുടെ റെസീപ്റ്റ് വല്ലതും ഉണ്ടോ? ഇവിടെ നോക്കിയപ്പോൾ മിസ്റ്റർ എ ബോറോഡ് എന്നാണ്, അയാളൊന്നും തിരിച്ചു തന്നില്ല. ബി ബോറോഡ് ആണൊന്നും തിരിച്ചു തന്നില്ല. സി ബോറോഡ് ആണൊന്നും തന്നില്ല. എ അഗെയിൻ ബോറോഡ് ആണ്, എ ഇപ്പോഴും തിരിച്ചു തന്നിട്ടില്ല. അപ്പോൾ എയുടെ റെസീപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് 0ആണ്. ഈ ദിവസം ജനുവരി 1-ാം തീയതിയിലെ കാര്യമായിരുന്നു ഇത്. ജനുവരി 1-ാം തീയതി എ ഒന്നും നമുക്ക് തിരിച്ചു തന്നിട്ടില്ല, 0ആണ്. അപ്പോൾ നമ്മൾ എന്നാ ഒരു കാര്യം ചെയ്യാം, 2-ാം തീയതിയും കൂടെ ഇതുപോലെ എടുത്തു. അപ്പോൾ 1-ാം തീയതിയിലെ നേരത്തെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതാ ഈ എഴുതി വെച്ചിരിക്കുന്ന 5000 7500 ചേർത്ത് 12500. ഇതാണ് ഞാൻ ഇവിടെ എടുത്ത് എഴുതിയെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എ 2 എമൗണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, 12500 രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ജനുവരി 2-ാം തീയതി എ റീപെയ്ഡ് 3500, എ 3500 രൂപ തിരിച്ചു തന്നു. ഞാൻ വെറുതെ ഇവിടെ എഴുതുക. നിങ്ങൾ ഇതെന്താ അക്കൗണ്ട് ആണെന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുതേ, ഇത് അക്കൗണ്ടൊന്നും അല്ല. കാര്യം പറയാൻ വേണ്ടി ഞാൻ വെറുതെ ചതുരം വരച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പൈസ കൊടുത്തെല്ലാം ഇവിടെ എഴുതി, കാശ് കിട്ടിയതൊക്കെ ഇവിടെ എഴുതി. അത് എന്റെ സൗകര്യത്തിന്, ഇത് ഒരു അക്കൗണ്ടുമായിട്ട് ഒരു ബന്ധവും ഇല്ല, പുസ്തകത്തിരിക്കുന്നൊന്നും അല്ല. എനിക്ക് സൗകര്യത്തിന് വേണ്ടി, നമ്മൾ ഓരോരുത്തരും അങ്ങനെയല്ലേ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ പച്ചക്കറി കടയിൽ പോയി കടമായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പലചരക്ക് കടമായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ പറ്റുബുക്ക് എന്ന് പറയുന്ന ബുക്ക് ഉണ്ടാവും. അതിൽ ആ കടക്കാരൻ അവന് ഇഷ്ടമുള്ള പോലെ എഴുതി വെക്കും. എന്ന് പറയുന്നത് ഞാൻ ഇഷ്ടമുള്ള പോലെ എനിക്ക് ഇങ്ങനെ എഴുതി വെച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇതൊന്നും അല്ല നമ്മൾ പഠിക്കുന്നത്. എന്തെങ്കിലും ആട്ടെ. അപ്പോൾ എയുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടിയത് എഴുതുകയാണ്. എ റീപെയ്ഡ് 3500 രൂപ എയുടെ കയ്യിൽ നിന്ന് കിട്ടിയെന്ന് എഴുതി. പിന്നെന്താണ് ബി റീപെയ്ഡ്, അതിവിടെ എഴുതുന്നില്ല, നമുക്ക് എയുടെ കാര്യം അറിഞ്ഞാൽ മതി. സി ബോറോഡ് എഴുതുന്നില്ല, ബി ബോറോഡ് എഴുതുന്നില്ല. ദെൻ ദേണ്ടെണ്ണം മിസ്റ്റർ എ റീപെയ്ഡ് 10,000, ഓക്കെ, എ 10000 രൂപ തിരിച്ചു തന്നു, അതും എഴുതി. എയുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടിയതാണല്ലോ. അപ്പം എയുടെ കയ്യിൽ നിന്ന് 3500 രൂപ കിട്ടി, അതിവിടെ എഴുതി വെച്ചു. എ 10000 രൂപ തിരിച്ചു തന്നു, അതും എഴുതി വെച്ചു. അപ്പം മൊത്തം എത്ര രൂപ തിരിച്ചു തന്നു? 3500 പ്ലസ് 10,000, 13,500 അദ്ദേഹം തിരിച്ചു തന്നു. അപ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ അറിഞ്ഞു. നമ്മുടെ ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തെ ചോദ്യം, ടോട്ടൽ എമൗണ്ട് പെയ്ഡ് ടു മിസ്റ്റർ എ എത്ര ആയിരുന്നു? ഇതാണ് 12,500 ആണ് നമ്മൾ എയ്ക്ക് കൊടുത്തത്. 2 പ്രാവശ്യമായിട്ട് 5000ഉം 7500ഉം വെച്ച് വാങ്ങിക്കൊണ്ടുപോയി. അങ്ങനെ 12500 രൂപ ആണ് ടോട്ടൽ എമൗണ്ട് പെയ്ഡ് ടു എ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ആൾ ചോദിച്ചതിന്റെ ഉത്തരം നമ്മൾ പറഞ്ഞു. ഇവിടെ 12500 രൂപ നമ്മളിത് വാങ്ങിയിട്ടുണ്ട്, ഇതാണ് നീ ചോദിച്ചത്. അത് നമ്മൾ അവന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഓർക്കുന്നുണ്ടല്ലോ, ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ടോട്ടൽ എമൗണ്ട് റിസീവ്ഡ് ഫ്രം എ, എയുടെ കയ്യിൽ നിന്ന് എത്ര രൂപ കിട്ടി തിരിച്ച് എന്നാണ് വേറൊരാൾ ചോദിച്ചത്. അതിന് ഉത്തരം നമുക്ക് ഇവിടെ എളുപ്പം പറയാം. ആദ്യം 3500 തന്നു, പിന്നെ 10000 കൊണ്ട് തന്നു, മൊത്തം 13,500 തിരിച്ചു തന്നു. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിന് ചോദ്യം ചോദിച്ച ആളിനോട് നമുക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാം. അതിൽ 13,500 രൂപ കൊണ്ട് തിരിച്ചു തന്നു. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നല്ലോ, മൂന്നാമത്തെ വിദ്വാൻ നമ്മളോട് ചോദിച്ചത് എന്താണ്? പ്രോഫിറ്റ് ഏൺഡ് ഫ്രം ദ ബിസിനസ് വിത്ത് മിസ്റ്റർ എ. എയുമായിട്ട് എക്ക് പൈസ കൊടുക്കുകയും കുറച്ച് പൈസ തിരികെ കിട്ടുകയൊക്കെ ചെയ്തല്ലോ, ഇതിൽ നിന്ന് വല്ല ലാഭവും ഉണ്ടായോ? ഇതാണ് മൂന്നാമത്തെ ആള് ചോദിച്ചത്. അത് നമുക്കിവിടെ നോക്കാമല്ലോ, ലാഭമുണ്ടായോ അതോ നഷ്ടമായിരുന്നോ എന്ന്. എങ്ങനെ നോക്കുക? എക്ക് എത്ര രൂപ കൊടുത്തത്? എക്ക് 12500 രൂപ കൊടുത്തു. എ എത്രയാണ് തിരിച്ചു തന്നത്? എ 13,500 രൂപ തിരിച്ചു തന്നു. കൊള്ളാമല്ലോ. അപ്പൊ 12500 രൂപ നമ്മൾ കൊടുത്തു, 13,500 രൂപ തിരിച്ചു തന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച്, ലാഭമാണ് അല്ലെ. 12,500 നമ്മൾ അങ്ങോട്ട് കൊടുത്തു,
തിരിച്ച് 13,500 നമുക്ക് കിട്ടി. അപ്പോൾ 13,500 നിന്നും 12,500 കുറച്ചാൽ കിട്ടുന്ന 1000 രൂപ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് തൽക്കാലം ലാഭമാണ് എന്ന് പറയാം. അപ്പോൾ 3 ചോദ്യങ്ങളുടെ ഉത്തരവും നമുക്ക് കിട്ടി. എക്ക് കൊടുത്ത പൈസ എത്രയാണെന്ന് ചോദിച്ചതിന് ഉത്തരം കിട്ടി 12,500. എയുടെ കയ്യിൽ നിന്ന് കിട്ടിയ എത്രയാണ് 13,500. ലാഭം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാഭം ഉണ്ടായിട്ടുണ്ട്, 1000 രൂപ കൂടുതൽ കിട്ടിയിട്ടുണ്ട്, അത് ലാഭമാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ അക്കൗണ്ടിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഈ വരച്ചിരിക്കുന്ന ഇതൊന്നും നോക്കണ്ട, ഇങ്ങനൊന്നുമല്ല വരയ്ക്കുന്നത്, ഞാൻ വളരെ വരച്ചതാണ്. പക്ഷെ എന്തായാലും ഇവിടെ ഇനി നമ്മൾ ചെയ്ത കാര്യങ്ങൾ അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്? ആദ്യം നമ്മൾ ചെയ്തത് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു അല്ലെ. എ പൈസ വാങ്ങിയപ്പോൾ 3,500 1-ാം തീയതി എ പൈസ വാങ്ങിയപ്പോൾ കടം വാങ്ങിയപ്പോൾ 5,000 രൂപ വാങ്ങിയെന്ന് എഴുതി. ബി 2,300 വാങ്ങിയെന്ന് എഴുതി. സി 4,500 വാങ്ങി. ഇതെല്ലാം എഴുതി വെച്ചു. പിന്നീടോ എ എത്ര വാങ്ങി, മൊത്തത്തിൽ എത്ര വാങ്ങിയിട്ടുണ്ടെന്ന് ഒരാൾ ചോദിച്ചപ്പോൾ എയുടെ കാര്യങ്ങൾ വാങ്ങിയതെല്ലാം കൂടെ ഒന്നിച്ചെടുത്ത് എഴുതി വെച്ചു. അവിടുന്ന് ഇവിടുന്ന് തപ്പിയെടുത്ത് അതെല്ലാം കൂടെ ഒന്നിച്ചെഴുതി. എ എത്ര രൂപ തിരിച്ചു തന്നു എന്ന് വേറൊരാൾ ചോദിച്ചപ്പോൾ അതറിയാൻ വേണ്ടി എയുടെ കയ്യിൽ നിന്നും പൈസ കിട്ടിയത് നമ്മൾ നേരത്തെ നടന്ന ട്രാൻസാക്ഷൻസിന്റെ അകത്തു നിന്നും നോക്കി അതെല്ലാം കൂടെ ഒന്നിച്ചെഴുതി വെച്ചു. പിന്നെ മൂന്നാമതൊരാൾ എത്ര ലാഭമാണ് ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വരവിൽ നിന്നും ചിലവ് കുറച്ചിട്ട് അല്ലെ, വരവെന്ന് പറയുന്നത് 13,500, ചെലവെന്ന് പറയുന്നത് 12,500. അപ്പോൾ വരവിൽ നിന്നും ചെലവ് കുറച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിയ തുക ലാഭമാണ് എന്ന് പറഞ്ഞ് അതെത്രയാണെന്ന് കണ്ടുപിടിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് അക്കൗണ്ടിങ്ങിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല അക്കൗണ്ടിങ്ങിൽ വരിക, ഇതുപോലുള്ള കുറെ കാര്യങ്ങളാണ്. ഇനി നമുക്ക് അക്കൗണ്ടിങ്ങിന്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. എന്താണ് വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് 1941 AICPA എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. അതിനെ ചുരുക്കി എഴുതി AICPA എന്ന് പറയും. ഈ AICPA എന്ന് പറയുന്ന ഈ സ്ഥാപനം ഇവരെ ലോകം മുഴുവൻ അംഗീകരിച്ചതാണ്. എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ ഡെഫിനിഷൻസ് ഒക്കെ ലോകമെങ്ങും അംഗീകരിക്കപ്പെട്ടതാണ്. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുക ഇവർ അക്കൗണ്ടിങ് ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് പരീക്ഷയ്ക്ക് നമ്മൾ പഠിച്ചിട്ട് അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടും. ലോകത്ത് എവിടെ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് പറയാം. അത്ര അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചിട്ട്. അപ്പോൾ ഈ 1941 അക്കൗണ്ടിങ്ങിന് ഒരു ഡെഫിനിഷൻ ഈ AICPA പറയുകയുണ്ടായി. അക്കൗണ്ടിങ് എന്താണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഡെഫിനിഷനാണ്. അവർ പറയുന്ന ഇതാണ്: അക്കൗണ്ടിങ് ഈസ്, അവിടെ മുതൽ വായിച്ചു നോക്കുക. അക്കോർഡിംഗ് ടു AICPA മീൻസ് അക്കോർഡിംഗ് ടു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്, അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, classifying and summarizing in a significant manner and in terms of money, transactions and events which are in part at least of financial character and interpreting the results thereof. ഇതാണ് അക്കൗണ്ടിങ് എന്നാണ് AICPA പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്, അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് thereof. This is the definition given by AICPA. അതിനുശേഷം 1960 കഴിഞ്ഞിട്ട് അവർ പുതിയൊരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. നമുക്ക് പിന്നീട് പഠിക്കാം. ഇതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അവരുടെ ഡെഫിനിഷൻ ഇതാണ്: അക്കൗണ്ടിങ് ഈസ് ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് thereof. ഇതിങ്ങനെ കേട്ട് കഴിയുമ്പോഴത്തേക്കും എന്താണിതെന്ന് നമുക്ക് മനസ്സിലാവില്ല. നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ഇവരെന്താണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. അവർ പറയുന്ന ഇതാണ്: അക്കൗണ്ടിങ് ഈസ് ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. ആദ്യം പറഞ്ഞിരിക്കുന്ന ഇതാണ്: ഇറ്റ് ഈസ് ആർട്ട് ഓഫ്
റെക്കോർഡിംഗ്. ഇവിടെയാണ് ഇത് തുടങ്ങുന്നത് അല്ലെ. റെക്കോർഡിംഗ് ഇതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഇതെന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇതെന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ്. സോ ഡിഫിനിഷൻ ആയിരുന്നു അക്കൗണ്ടിങ് ഈസ് ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. നമ്മൾ ചെയ്ത പ്രവൃത്തിയാണ്. നമ്മളെന്താ ചെയ്തത്? നമ്മൾ ഫിനാൻസ് ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ അനുസരിച്ച് ഫിനാൻസ് ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ ഓരോരുത്തരും പൈസ വാങ്ങിക്കൊണ്ട് പോയതും കൊണ്ടു തന്നതും ഒക്കെ കുറിച്ച് വെച്ചു, എഴുതി വെച്ചു എന്ന് നമ്മൾ പറഞ്ഞു, ഓർക്കാൻ വേണ്ടിയിട്ട്. അല്ലെ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞു. ഇങ്ങനെ ട്രാൻസാക്ഷൻസ്, അതായത് സാമ്പത്തിക ഇടപാടുകൾ ബിസിനസ്സിൽ നടക്കുമ്പോൾ അത് എഴുതി അല്ലെ ടൈപ്പ് ചെയ്ത് സൂക്ഷിക്കുന്നതിനെയാണ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ എ ബോറോഡ് 5,000 നമ്മൾ എഴുതി വെച്ചു, ബി ബോറോഡ് 2,300 എന്ന് എഴുതി വെച്ചു, സി ബോറോഡ് 4,500 എന്ന് എഴുതി വെച്ചു. ഇങ്ങനെ കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കുന്നതിനെയാണ് റെക്കോർഡിംഗ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഡെഫിനിഷന്റെ ആദ്യത്തെ ഭാഗം ഇതാണ്. സി ദിസ് പ്രോസസ്, ഇതിനെയാണ് ഇവരിവിടെ ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ അക്കൗണ്ടിങ് ACP, അക്കോർഡിംഗ് ടു ACPA, അക്കൗണ്ടിങ് ഈസ് ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. ഓക്കെ, റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ട്രാൻസാക്ഷൻസ്, ബിസിനസ്സിൽ നടക്കുന്ന പണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ, വരവുകളും ചെലവുകളും ലാഭവും നഷ്ടവും അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളെല്ലാം എഴുതി സൂക്ഷിക്കുന്ന ആ പ്രവൃത്തിയാണ് റെക്കോർഡിംഗ് എന്ന് പറയുക. സോ അക്കൗണ്ടിങ് ഈസ് ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. ദെൻ പിന്നെന്താണ് അടുത്ത വാക്ക്? ഇവരെന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. അക്കൗണ്ടിങ് ഈസ് ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. ദെൻ ക്ലാസിഫയിങ്, അടുത്ത വാക്ക് ഇതാണ്. ക്ലാസിഫിക്കേഷൻ എന്നൊരു വാക്ക് നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ക്ലാസിഫൈ ചെയ്യുക, ക്ലാസിഫിക്കേഷൻ എന്നൊക്കെ പറയും. എന്താണ് അതിന്റെ അർത്ഥം എന്നൊന്ന് ആലോചിച്ച് നോക്കി. തരംതിരിക്കുക, വേർതിരിച്ച് മാറ്റുകയും ഒക്കെ ചെയ്യുന്ന പ്രോസസ്സാണ് അല്ലേ. എന്തെങ്കിലും ഒരു പൊതുവായിട്ടുള്ള ഒരു കോമൺ ബേസിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ പലതായിട്ട് തരംതിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ക്ലാസ്സിൽ 40 സ്റ്റുഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു. 40 സ്റ്റുഡൻസ് കൂടെ ക്ലാസ്സിൽ വന്നു കഴിയുമ്പോൾ അവിടെ നിൽക്കുന്ന സാറ് നിങ്ങളോട് പറയാണ്, അടിമാലിയിൽ നിന്ന് വരുന്നവരെല്ലാം കൂടെ അങ്ങോട്ട് മാറിയിരിക്കേ എന്ന് പറഞ്ഞു. നെടുങ്കണ്ടത്തുനിന്ന് വരുന്നവരൊക്കെ റൂമിന്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് മാറി നിൽക്കുക, കട്ടപ്പനയിൽ നിന്ന് വരുന്നവർ ഇപ്പുറത്തോട്ട് മാറിയിരിക്കുക, മൂന്നാറിൽ നിന്ന് വരുന്നവർ ഇപ്പുറത്തോട്ട് മാറിയിരിക്കുക. ഇങ്ങനെ ആൾക്കാരോട് മാറി നിൽക്കാൻ പറഞ്ഞെന്ന് വിചാരിക്കുക, നിങ്ങളെ തരംതിരിച്ചു എന്ന് വിചാരിക്കുക. അവിടെ നമുക്ക് പറയാം, ഇവിടെ ഒരു ക്ലാസിഫിക്കേഷൻ ആക്ടിവിറ്റിയാണ് നമ്മൾ നടത്തിയത്. അടിമാലിയിൽ നിന്ന് വരുന്ന ആൾക്കാരെ എല്ലാം കൂടെ 40 പേരിൽ നിന്നും അടിമാലിയിൽ നിന്നും വരുന്ന കോളേജിലേക്ക് വരുന്ന ആൾക്കാരെ തരംതിരിച്ച് വേർതിരിച്ചെടുത്ത് ഒരു ഗ്രൂപ്പാക്കി മാറ്റി. നെടുങ്കണ്ടത്ത് നിന്നും വരുന്നവരെ, നമ്മുടെ 40 പേരിൽ നിന്നും നെടുങ്കണ്ടത്ത് നിന്ന് വരുന്നവരെ നമ്മൾ അവരെ എന്താ പറയാ 40 പേരിൽ നിന്നും അവരെ മാത്രം സെലക്ട് ചെയ്ത് മറ്റൊരു ഗ്രൂപ്പാക്കി മാറ്റി. ഇങ്ങനെയുള്ള പ്രോസസ്സാണ് ഈ ക്ലാസിഫിക്കേഷന്റെ ഭാഗമായിട്ട് വരുന്നത്. ഇനി ഇവിടെ ആണെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കി. ട്രാൻസാക്ഷൻസ് എഴുതി വെക്കുമെന്ന് പറഞ്ഞു അല്ലെ. റെക്കോർഡിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. A 5000 വാങ്ങി, B 2300 വാങ്ങി, ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റെക്കോർഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്തത്? Aക്ക് എത്ര രൂപ കൊടുത്തു എന്നറിയാൻ വേണ്ടി ചെയ്തത്, മൊത്തം എഴുതി വെച്ചിരിക്കുന്ന ട്രാൻസാക്ഷൻസിൽ നിന്നും Aക്ക് കൊടുത്ത പണത്തിന്റെ കാര്യങ്ങൾ മാത്രം ഇങ്ങോട്ട് എടുത്തെഴുതി. ഇതിനകത്ത് നോക്കണം, ഇതിനകത്ത് Bക്കോ Cക്കോ ഒന്നും കാശ് കൊടുത്ത കാര്യമില്ല. Bക്കും Cക്കോ കാശ് കൊടുത്തു, പക്ഷെ അതിവിടെ നമ്മൾ എടുത്തെഴുതിയില്ല. ഇവിടെ നമ്മൾ Aക്ക് പണം കൊടുത്ത കാര്യങ്ങൾ മാത്രം, നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിൽ നിന്നും Aയുടെ കാര്യങ്ങൾ മാത്രം എടുത്ത് എഴുതുകയാണ് ചെയ്തത്. അപ്പോൾ Aയുടെ കാര്യങ്ങൾ മാത്രം വേർതിരിച്ച് അല്ലെങ്കിൽ തരംതിരിച്ച് അതിൽ നിന്നും ക്ലാസിഫൈ ചെയ്തെടുത്ത് അത് ഒന്നിച്ചാക്കി വെച്ചു. Aക്ക് പണം കൊടുത്തതെല്ലാം കൂടെ ഇവിടെ വെച്ചു. അതുപോലെ Aയുടെ കയ്യിൽ നിന്നും പൈസ കിട്ടിയത് രണ്ടാമത്തെ എന്താ പറയാ ബോക്സിനകത്ത് എഴുതി വെച്ചു. ഇങ്ങനെ Aയുടെയും Bയുടെയും Cയുടെയും Dയുടെയും അവർക്ക് പൈസ കൊടുത്തതും അവരുടെ നിന്ന് പൈസ കിട്ടിയതും ഇങ്ങനെ ഓരോ വ്യക്തിക്കും കാശ് കൊടുത്തതും തിരിച്ചു കിട്ടിയതും എല്ലാം റെക്കോർഡ് ചെയ്തു വെച്ചിരിക്കുന്ന ഇൻഫർമേഷനിൽ നിന്നും തരം തിരിച്ചെടുത്ത് പ്രത്യേകമായിട്ട് ഇങ്ങനെ എഴുതി വെക്കും. ഇതിനെ നമുക്ക് പറയാം, ഇത് പൂർണ്ണമായിട്ടും ഇതല്ല എങ്കിൽ പോലും ഇവിടെ നമുക്ക് തൽക്കാലം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ആസ് ക്ലാസിഫയിങ്. ഇവിടെ ക്ലാസിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഇവിടുത്തെ കേസാണ് പറയുന്നത്. അത് പൊതുവായി ഈ ഒരു എക്സാമ്പിളിൽ മാത്രം
ചിന്തിച്ചാൽ മതി. മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, അല്ലാതെ പൂർണ്ണമായിട്ടും ഇത് മാത്രമൊന്നുമല്ല. അപ്പോൾ എന്തായാലും എയ്ക്ക് പൈസ കൊടുത്ത കാര്യങ്ങളും അതെല്ലാം കൂടെ ഒന്നിച്ചെഴുതി, എയുടെ കയ്യിൽ നിന്നും കാശ് കിട്ടിയതെല്ലാം കൂടെ വീണ്ടും നമ്മൾ ഒന്നിച്ചെടുത്ത് എഴുതി. ഇങ്ങനെ പല ഗ്രൂപ്പുകളായിട്ട് നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ, നമ്മളുടെ എഴുതി വെച്ചിരിക്കുന്ന റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷനെ ഇങ്ങനെ പല ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്തു, തരം തിരിച്ച് നമ്മൾ വെച്ചു. സോ അക്കൗണ്ടിങ് ഈസ് ആർട്ട് ഓഫ് റെക്കോർഡിങ്, ക്ലാസിഫൈയിങ്. ദെൻ അടുത്ത വാക്ക് എന്താണെന്ന് നോക്കൂ, ആൻഡ് സമ്മറൈസിങ്. അടുത്തതാണ് റെക്കോർഡിങ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ്. നമ്മുടെ മൂന്നാമത്തെ വാക്കാണ് സമ്മറൈസിങ്. സമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാമല്ലോ. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സമ്മറി എഴുതുക എന്നോ, ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് അതിന്റെ സമ്മറി എഴുതാൻ, ഈ രൂപത്തിലുള്ള എനിക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ആൻസർ ചെയ്തൊക്കെ വന്ന കുട്ടികളാണ് നിങ്ങൾ. മലയാളത്തിൽ നമ്മൾ ചുരുക്കം എന്നോ സംഗ്രഹം എന്നോ അല്ലെ, അങ്ങനെയൊക്കെയാണ് നമ്മൾ അതിന് മലയാള വാക്കായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഒരു വലിയ കാര്യം ഉണ്ടെങ്കിൽ, കുറേ കാര്യങ്ങൾ, വലിയ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം കൂടെ ഒന്ന് ചുരുക്കി അതിന്റെ ഒരു എന്താ പറയാ, ഒരു ചുരുക്കെഴുത്ത്, ഒരു ചുരുക്കിയ രൂപത്തിൽ നമ്മൾ എഴുതും. അല്ലെ, ഒരു 3 മണിക്കൂർ നീളമുള്ള ഇപ്പൊ മോഹൻലാലിന്റെ ഒരു മൂവി നമ്മൾ പോയിട്ട് കണ്ട് നമ്മളൊരു സിനിമ കണ്ടോന്ന് വിചാരിക്കുക. തിരിച്ചു നമ്മൾ വീട്ടുകാർ ചോദിച്ചാൽ അതിന്റെ കഥ എന്താണെന്ന് നമ്മൾ പെട്ടെന്ന് പറയും. മോഹൻലാൽ ഇങ്ങനെ അത് ചെയ്തു ഇങ്ങനെയാണ് എൻഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് 3 മണിക്കൂറിന്റെ സിനിമ നമ്മളൊരു 30 സെക്കൻഡ് കൊണ്ട് ഒന്ന് ചുരുക്കി അതിന്റെ കഥ വീട്ടുകാർക്ക് ചിലപ്പോൾ പറഞ്ഞു കൊടുത്തു വരാം എന്ന് പറയുന്നത് പോലെ ഒരു ചുരുക്കെഴുത്താണ് ഇവിടെ ഈ സമ്മറൈസിങ്. ചുരുക്കെഴുത്ത് നല്ല അർത്ഥം കേട്ടോ, സംഗ്രഹിക്കുകയാണ് നമ്മൾ ചെയ്യുക. അതായത് മൊത്തം നടന്ന കാര്യങ്ങളെ ഒന്ന് അതിന്റെ ആകെ റിസൾട്ട് എന്താണ് എന്നുള്ള അർത്ഥത്തിലേക്ക് ഒന്ന് കാര്യങ്ങളെ ഒന്ന് ചുരുക്കി കൊണ്ടുവരികയാണ് മൂന്നാമതായിട്ട് ചെയ്യുക. അപ്പൊ അക്കൗണ്ടിങ് ഈസ് ആർട്ട് ഓഫ് റെക്കോർഡിങ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ്. ഇനി സമ്മറൈസിങ് എന്താണെന്ന് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇത് തൊട്ട് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, പേയ്മെന്റ് ടു എക്ക് പൈസ കൊടുത്ത കാര്യമെല്ലാം കൂടെ ഈ കോളത്തിൽ എഴുതി അല്ലേ. എക്ക് ആദ്യം 5000 കൊടുത്തു, അത് എഴുതി. 7500 കൊടുത്തു, അത് എഴുതി. അതിനുശേഷം ഇങ്ങനെയൊക്കെ കൊടുത്ത പൈസ എല്ലാം കൂടെ മൊത്തം എത്ര കൊടുത്തു എന്നറിയാൻ വേണ്ടി നമ്മൾ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 12500 എന്നെഴുതി. അപ്പോൾ എക്ക് നടത്തിയ പലപ്പോഴായിട്ട് എക്ക് നമ്മൾ പണം കൊടുത്തിട്ടുണ്ട്. അതിന്റെ ടോട്ടൽ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ആകെ എക്ക് കൊടുത്ത പൈസ എത്രയാണ് എന്ന് കണ്ടുപിടിച്ച് ഇവിടെ എഴുതി വെച്ചു. ഇത് ഈ പേയ്മെന്റ് ടു എ എന്നുള്ള പല ട്രാൻസാക്ഷൻസിന്റെയും കൂടെ ഒരു സമ്മറിയാണ് ഈ കാണുന്നത് അല്ലെ. 2, 3, 4 പ്രാവശ്യമായിട്ട് എ വാങ്ങിക്കൊണ്ടുപോയ പണങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത്, തുകയെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് അതിന്റെ ഒരു സംഗ്രഹമാണ് എ 12500 രൂപ നമ്മളുടെ കയ്യിൽ നിന്നും വാങ്ങി എന്നുള്ളത്. അതുപോലെ പലപ്പോഴായിട്ട് എയുടെ കയ്യിൽ നിന്നും പൈസ തിരികെ കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയ കാര്യങ്ങളെല്ലാം കൂടെ ഒന്നിച്ചെഴുതി വെച്ചിട്ട് അതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് അതിന്റെ ഒരു സമ്മറി, ഒരു സംഗ്രഹമാണ്. എയുടെ കയ്യിൽ നിന്നും 13500 രൂപ തിരികെ ലഭിച്ചു എന്നുള്ളത്. അപ്പോൾ ഈ ചെയ്ത പ്രവൃത്തി, ഞാൻ വീണ്ടും റിപ്പീറ്റ്, സമ്മറൈസിങ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രം ഇങ്ങനെയൊന്നും അല്ല, എങ്കിലും മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു ഉദാഹരണത്തിൽ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഇങ്ങനെയുള്ള പ്രവൃത്തികളാണ് സമ്മറൈസിങ്ങിന്റെ ഭാഗമായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഡെഫിനേഷൻ ഒന്നുകൂടെ നോക്കി. അക്കൗണ്ടിങ് ഈസ് ആർട്ട് ഓഫ് റെക്കോർഡിങ് എന്താണെന്ന് പറഞ്ഞു, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ. അതവിടെ നിൽക്കട്ടെ, പിന്നെ പറയാം. ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ. ദെൻ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി. അടുത്ത പ്രധാനപ്പെട്ട ഭാഗമാണ് ഇൻ ടേംസ് ഓഫ് മണി. എന്താണ് അതിന്റെ അർത്ഥം? ഇൻ ടേംസ് ഓഫ് മണി. അക്കൗണ്ടിങ്ങിൽ എപ്പോഴും ഇൻ ടേംസ് ഓഫ് മണി, പണത്തിന്റെ അല്ലെങ്കിൽ തുകയുടെ രൂപത്തിൽ, പണത്തിന്റെ രൂപത്തിൽ ആണ് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത്, എഴുതുന്നത്. 5000 രൂപ എക്ക് കൊടുത്തു അല്ലെ, ഇത് തുകയാണ്. 5000 rupees എക്ക് കൊടുത്തു, അല്ലെങ്കിൽ 7500 rupees എക്ക് കൊടുത്തു. എയുടെ കയ്യിൽ നിന്നും we received 3500 rupees. Then again we received 10,000 rupees. അപ്പോൾ എല്ലാം ഇതുപോലെ റുപ്പിയിലോ ഡോളറിലോ പൗണ്ടിലോ, അതായത് രാജ്യങ്ങളിലെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കറൻസിയിലാണ്, പണത്തിലാണ് റെക്കോർഡ് ചെയ്യുന്നത്, രേഖപ്പെടുത്തുന്നത്. അല്ലാതെ രാവിലെ മാരുതി കാറിൽ കയറി കടയിലേക്ക് വന്നു എന്നോ,
ഇങ്ങനെയൊന്നും നമ്മൾ എഴുതി വെക്കില്ല. അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ആൾ കുറച്ച് പെട്രോൾ അടിച്ചു. ഒരു പെട്രോൾ പമ്പുകാരനാണെന്ന് വിചാരിക്കുക. അയാൾ കണക്കെഴുതുമ്പോൾ എ വന്നിട്ട് കുറച്ച് പെട്രോൾ അടിച്ചു, അങ്ങനെ കുറച്ച് പെട്രോൾ ഒന്നും എഴുതത്തില്ല. തുകയുടെ രൂപത്തിൽ 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചെന്നോ 200 രൂപയ്ക്ക് പെട്രോൾ അടിച്ചെന്നോ അല്ലെ 500 രൂപയ്ക്ക് ഡീസൽ അടിച്ചെന്നോ അങ്ങനെയൊക്കെ ആയിരിക്കും ഒരു പെട്രോൾ പമ്പിൽ കണക്കെഴുതുക. അല്ലാതെ എ വന്ന് കുറച്ച് പെട്രോൾ അടിച്ചു, പിന്നെ ബി വന്നിട്ട് കുറെ ഡീസൽ വാങ്ങിക്കൊണ്ട് പോയി, ഇങ്ങനെ കുറച്ച് കുറെ, അല്ലെങ്കിൽ വേറൊരാൾ വന്ന് ഒരു വീപ്പ നിറയെ ഡീസൽ കൊണ്ടുപോയി, ഇങ്ങനെയൊന്നും നമ്മൾ എഴുതി വെക്കില്ല. കണക്കെഴുതുമ്പോൾ അത് പണത്തിലാണ്, അല്ലെങ്കിൽ ഇതുപോലെ റുപ്പിയിലോ ഡോളറോ അതായത് രാജ്യത്തുള്ള കറൻസിയിലാണ് അത് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇൻ ടേംസ് ഓഫ് മണി എന്ന് പറഞ്ഞിരിക്കുന്നത്. പണത്തിലാണ് ട്രാൻസാക്ഷൻസ് എഴുതുന്നത്. അപ്പോൾ ബിസിനസ്സിൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ ഉണ്ടാവുമ്പോൾ അത് പണത്തിൽ തന്നെയാണ് എഴുതുക. അല്ല, പറഞ്ഞ പോലെ ഒരാൾ വന്നിട്ട് ഒരു പലചരക്കടയാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ ഒരാൾ വന്ന് അരി വാങ്ങിക്കൊണ്ട് പോയാൽ മിസ്റ്റർ എ രാവിലെ വന്ന് കുറെ അരി വാങ്ങിക്കൊണ്ട് പോയി എന്നല്ല കണക്കെഴുതുന്നത്. മിസ്റ്റർ എ വന്നിട്ട് ഇത്ര രൂപയുടെ അരി വാങ്ങി എന്നാണ് കണക്കെഴുതുക. അപ്പോൾ രൂപയിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇതാണ് ഇവിടെ പറയുന്നത് ഇൻ ടേംസ് ഓഫ് മണി. അപ്പോൾ ഡെഫിനേഷനിൽ അക്കൗണ്ടിങ് ഈസ് ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ ഇൻ ടേംസ് ഓഫ് മണി. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഈ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനേഷന്റെ ഇത്രയും ഭാഗം മാത്രം പഠിച്ചു നിർത്താം. ബാക്കി ഈ ഭാഗം നമുക്ക് നാളത്തെ ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്ന് പഠിച്ചത് ഒന്നുകൂടെ ഓർത്തിരിക്കുക. അക്കൗണ്ടിങ് ഈസ് ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, classifying and summarizing in a significant manner and in terms of money. പണത്തിലാണ്, പണത്തിന്റെ രൂപത്തിൽ റുപ്പിയിലോ ഒക്കെ ആയിട്ടാണ്, തുകയായിട്ടാണ് അക്കൗണ്ടിങ്ങിലെ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നത് in terms of money. Then ബാക്കി കൂടെ ഞാൻ ഒന്ന് ചുരുക്കി പറയാം, വിശദമായിട്ട് അടുത്ത ദിവസം പറയാം. ഇൻ ടേംസ് ഓഫ് മണി ദെൻ ഇനി കുറച്ചുകൂടിയേ ഉള്ളൂ, ഒന്ന് നോക്കിയേക്കാം. ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻസ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് ഫൈനാൻഷ്യൽ ക്യാരക്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻസ്. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടാവുമല്ലോ. ട്രാൻസാക്ഷൻസ്, ട്രാൻസ്ഫർ ഓഫ് മണി ഓർ മണീസ് വർത്തിനെയാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. മലയാളത്തിൽ ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ, പണമോ പണത്തിന് തുല്യമായിട്ടുള്ള മൂല്യമുള്ള വസ്തുക്കളോ കൈമാറ്റം ചെയ്യുന്നതിനെ ട്രാൻസാക്ഷൻ എന്ന് പറയും. അപ്പോൾ ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവന്റുകൾ, സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ബിസിനസ്സിലൊരു ട്രാൻസാക്ഷൻ നടന്നാൽ മാത്രമല്ല നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, ചില സംഭവങ്ങളും ബിസിനസ്സിൽ നടക്കുന്നത് റെക്കോർഡ് ചെയ്യാറുണ്ട്. ഇനി എങ്ങനെയുള്ള സംഭവങ്ങളാണ് അല്ലെ എങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻസ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ്, ഏറ്റവും കുറഞ്ഞ പക്ഷം, ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ. ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക, ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സ്വഭാവം. അപ്പോൾ സാമ്പത്തിക സ്വഭാവമുള്ള ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻസ് ആണ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. ഇതാണ് ഇതിന്റെ അർത്ഥം. അതായത് ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ സംഭവങ്ങൾ റെക്കോർഡ് ചെയ്യും. പക്ഷെ അങ്ങനെ റെക്കോർഡ് ചെയ്യണമെങ്കിൽ അത് സാമ്പത്തിക സ്വഭാവമുള്ളതായിരിക്കണം. അതായത് നേരത്തെ പറഞ്ഞതുപോലെ പണത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം. അതേ നമ്മൾ കണക്കെഴുതത്തുള്ളൂ അല്ലെ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൽ നിന്നും ഇപ്പോൾ എത്രയാണ് 6500 രൂപയുടെ മേശ വിറ്റു. 6500 രൂപയുടെ മേശ വിറ്റു എന്നുള്ളത് നമുക്ക് കണക്കിലെഴുതാം. കാരണം 6500 എന്നുള്ള പണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു ഫിഗർ അവിടെ ഉണ്ട്. 6500 രൂപ എന്നുള്ളതുണ്ട്. ഇത് നമുക്ക് കണക്കിൽ എഴുതി വെക്കാം. കാരണം ഈ മേശ വിൽക്കുമ്പോൾ ഇതിൻ്റെ ഒരു സാമ്പത്തിക സ്വഭാവമുണ്ട്. 6500 രൂപ നമുക്ക് കിട്ടും. 6500 രൂപയ്ക്കാണ് മേശ വിറ്റത്. ഇപ്പോൾ 6500 രൂപ എന്നുള്ള ഇൻ ടേംസ് ഓഫ് മണി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ 6500 രൂപ എന്നുള്ളൊരു കാര്യമുണ്ട്. മാത്രമല്ല ഇതൊരു സാമ്പത്തിക സ്വഭാവമുള്ള ഒരു ട്രാൻസാക്ഷനാണ്. അതായത് പണവുമായിട്ട് ബന്ധമുള്ള, പണം വരുന്ന മീൻസ് പണം ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു ട്രാൻസാക്ഷനാണിത്. പൈസ കിട്ടുകയാണ്, നമുക്ക് പൈസ കിട്ടുന്നുണ്ട്. അപ്പോൾ കാശിന്റെ ഇടപാടുള്ള കാര്യമാണ്. അതന്നെയാണ് ഫിനാൻഷ്യൽ ക്യാരക്ടർ എന്ന് പറയുന്നത്. അതേ റെക്കോർഡ് ചെയ്യാറുള്ളൂ. സോ അതുകൊണ്ടാണ് പറയുന്നത് ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻസ് വിച്ച് ആർ
ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ. സാമ്പത്തിക സ്വഭാവമുള്ള കാര്യമായിരിക്കണം. അതേ കണക്കിൽ എഴുതാൻ പറ്റുകയുള്ളൂ, അല്ലാത്ത എഴുതാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ചിന്തിക്കുക, ബിസിനസ്സിലൊരു ഇന്റർവ്യൂ നടത്തി, ഇത് കണക്കെഴുതാൻ പറ്റുമോ? പറ്റില്ല. കാരണം അവിടെ സാമ്പത്തിക കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ബിസിനസ്സിന് വേണ്ടിയിട്ടൊരു ഇന്റർവ്യൂ നടത്തിയപ്പോൾ 10 രൂപയുടെ ചായ വാങ്ങിച്ചു എന്നുണ്ടെങ്കിൽ അത് എഴുതാം, 10 രൂപ എന്നുള്ള ഒരു കാര്യമുള്ളതുകൊണ്ട്. അവിടെ ഒരു സാമ്പത്തിക കാര്യം വന്നു. അല്ലാതെ വെറുതെ ബിസിനസ്സിന് വേണ്ടി ഒരു ഇന്റർവ്യൂ നടത്തി എന്ന് നമുക്ക് കണക്കെഴുതാൻ പറ്റില്ല. കാരണം അവിടെ പൈസയുടെ കാര്യമൊന്നും പറയുന്നില്ല, സാമ്പത്തിക കാര്യമൊന്നും പറയുന്നില്ല. അല്ലെങ്കിൽ ബിസിനസ്സിൽ വർക്കേഴ്സ് തമ്മിൽ തല്ലുകൂടി, അത് നമുക്ക് കണക്കിലെഴുതാൻ പറ്റില്ല. കാരണം അവിടെ സാമ്പത്തിക കാര്യങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ സൂപ്പർവൈസറെ വർക്കേഴ്സ് തല്ലി എന്ന് വിചാരിക്കുക. ഒരു ബിസിനസ്സിൽ ഒരു സംഭവം ഉണ്ടായാണ്. ഒരു ദിവസം രാവിലെ വന്ന് തൊഴിലാളികൾ തമ്മിൽ ഭയങ്കര അടി എന്ന് വിചാരിക്കുക, സൂപ്പർവൈസറെ എടുത്തിട്ട് ഇടിച്ചു. ഇത് നമുക്ക് കണക്കിലെഴുതാൻ പറ്റില്ല. കാരണം അവിടെ സാമ്പത്തിക സ്വഭാവങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. സൂപ്പർവൈസറെ തല്ലി എന്ന് കണക്കെഴുതി വെക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ തൊഴിലാളികൾ തല്ലുകൂടിയപ്പോൾ 10 രൂപയുടെ അല്ലെങ്കിൽ 100 രൂപയുടെ ഒരു കസേര ഓടിച്ചു, അത് നമുക്ക് വേണമെങ്കിൽ എഴുതാം. 100 രൂപയുടെ കസേര ലോസ് ഉണ്ടായി എന്ന് എഴുതാം, തല്ലി ഓടിച്ചെങ്കിൽ. കാരണം 100 രൂപ എന്നുള്ള ഒരു കാര്യം അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള, ഇതുപോലെ പണത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന സാമ്പത്തിക സ്വഭാവമുള്ള കാര്യങ്ങൾ മാത്രമേ അക്കൗണ്ടിങ്ങിൽ എഴുതുകയുള്ളൂ. അപ്പോൾ അക്കൗണ്ടിങ് is art of recording, classifying and summarizing in a significant manner in terms of money, then transactions and events which are in part at least of financial character, and one more thing is there, and interpreting the results thereof. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് ഉള്ള ഇതിന്റെ റിസൾട്ട് എന്താണ് എന്ന് വിശകലനം ചെയ്യുകയാണ്. അതാണ് അവസാനമായിട്ട് പറയുന്നത്, ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് thereof. ഈ ബിസിനസ്സിൽ കുറെ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ, നമ്മളുടെ ബിസിനസ്സിലാണെങ്കിൽ തന്നെ കുറെ ട്രാൻസാക്ഷൻ നടന്നു അല്ലെ. കുറെ പേര് വന്ന് പൈസ വാങ്ങിക്കൊണ്ട് പോയി, വേറെ കുറെ ആൾക്കാർ പൈസ തിരികെ കൊണ്ട്, അല്ലെ കുറച്ച് പേര് അതിൽ പൈസ തിരികെ കൊണ്ട് തരികയും ചെയ്തു. അല്ലെങ്കിൽ എയുടെ കേസ് മാത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ നിന്നും 12,500 rupees വാങ്ങിക്കൊണ്ട് പോയി, ഹി റീപെയ്ഡ് 13,500. രണ്ട് കാര്യങ്ങൾ നമ്മൾ ട്രാൻസാക്ഷൻ എല്ലാം റെക്കോർഡ് ചെയ്തു. അത് എയുടെ കാര്യങ്ങൾ മാത്രം എടുത്ത് ക്ലാസിഫൈ ചെയ്തു, സമ്മറൈസ് ചെയ്തു, അതിന്റെ ടോട്ടൽ എത്രയാണെന്ന് കണ്ടുപിടിക്കുന്ന വഴി സമ്മറൈസ് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് നോക്കുകയാണ്. 12,500 രൂപ വാങ്ങിക്കൊണ്ട് പോയി, അതിനുശേഷം 13,500 രൂപ തിരികെ തന്നു. അപ്പോൾ എയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടിൽ 13,500 മൈനസ് 12,500, 1000 രൂപ ലാഭം കിട്ടി എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. ഇതാണ് ഇവിടെ എയുമായിട്ട് നടത്തിയ ഇടപാടിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അല്ലെ. അതിന്റെ ഫലം ഇതാണ്, അതിന്റെ റിസൾട്ട് ഇതാണ്. 12,500 വാങ്ങിക്കൊണ്ടുപോയി, 13,500 രൂപ തിരികെ തന്നു. അങ്ങനെ എയുടെ കയ്യിൽ നിന്നും 1000 രൂപ ലാഭമുണ്ടായി. ഇതാണ് എയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ട്രാൻസാക്ഷൻസിന്റെയും കൂടി ആകെ തുക എന്ന് പറയുന്നത്. സമ്മറി എടുത്ത് അത് വിശകലനം ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി, 13,500 വാങ്ങി, 12,500 വാങ്ങി, 13,500 തിരികെ തന്നു, 1000 രൂപ ലാഭമുണ്ടായി എന്നുള്ള റിസൾട്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇന്റർപ്രറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ലാഭമോ നഷ്ടമോ എന്താണെന്ന് കണ്ടുപിടിക്കുക മാത്രമല്ല ചെയ്യുക, ധാരാളം ടൂൾസ് ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അത് പിന്നീട് വിശദമായിട്ട് അനാലിസിസ് ഒക്കെ പഠിക്കുന്ന കാലത്ത് നിങ്ങൾ പഠിക്കും. BBAയിൽ അടുത്ത സെമസ്റ്ററിലൊക്കെ ആയിട്ട് പഠിക്കും. എന്തായാലും ട്രാൻസാക്ഷൻസ് നടന്നു കഴിഞ്ഞാൽ അതിനെ ഒരു വിശകലനം ചെയ്യുക എന്നുള്ള ഒരു സംഭവമാണ് ഇവിടെ വരുന്നത്. അങ്ങനെ വിശകലനം ചെയ്ത് അതിൽ നിന്നും ഒരു റിസൾട്ടിൽ എത്തിച്ചേരുകയാണ്. ഇതിനെയാണ് അക്കൗണ്ടിംഗ് എന്ന് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ് പറയുന്നത്. അപ്പോൾ ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഗിവൺ ബൈ AICPA. അപ്പോൾ അക്കോർഡിംഗ് ടു ദം, accounting is art of recording, classifying and summarizing in a significant manner and in terms of money, transactions and events which are in part at least of a financial character, and interpreting the results thereof. ഈ ഡെഫിനേഷൻ കാണാതെ പഠിക്കുക, പഠിച്ചിരിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കും, നമ്മളും ക്ലാസ്സിൽ ചോദിക്കുന്നുണ്ടാവും. പറയാത്തവരെ കൊണ്ട്
നമുക്ക് അന്നേരം വേണ്ട രീതിയിൽ എഴുതിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ട് കാണാതെ പഠിച്ചു വെക്കുക. ഓക്കെ, ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. താങ്ക് യു.